ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈദ് ആശംസകൾ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ്? ഇതൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്, കൊള്ളാവോ, നല്ല മൊഞ്ചായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. ഓക്കെ, അപ്പം ഇപ്പോൾ വന്നിട്ട് സമയം 12:30 ആവാറായി. ഞാൻ ഇച്ചിരി മുന്നെയാണ് ഞാൻ എണീറ്റത്. കാര്യം ഇന്നലെ രാത്രി കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കിടക്കാൻ ലേറ്റായി. അപ്പോൾ അങ്ങനെ എണീക്കാൻ ലേറ്റായി. അങ്ങനെ ഇച്ചിരി മുന്നേ എണീറ്റപ്പോഴേക്കും ഇന്ന് ഉച്ചയ്ക്ക് മീൽസ് ഇതൊക്കെയല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് മീൽസ് കഴിക്കാനുള്ളൊരു മൂഡിലല്ല ഫ്രണ്ട്സ് ഞാൻ എണീറ്റത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 മണിയായാലും ഫുഡ് കഴിക്കുന്ന കാര്യം ഞാനാണ് ഉണ്ടാക്കുന്നത്, മനസ്സിലായി. അപ്പം എൻ്റെ മുന്നിൽ വന്നൊരു ഐഡിയ ആണ്, നമുക്ക് ബിരിയാണി മേടിക്കാം. അങ്ങനെ മേടിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് ഈദല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഒരു പുതിയ ലുക്കിൽ നമുക്കിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയുവാണ്, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈദ് ആശംസകൾ. സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ ഈദ് ആശംസകൾ നേരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഫുഡ് മേടിക്കാൻ പോട്ടെ. ഇന്ന് ഏതൊക്കെ കട ഓപ്പൺ ആയിട്ടിരിക്കുന്ന അറിയില്ല. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി, അങ്ങനെ കടകളൊക്കെ ഓപ്പൺ ആണെന്നാണ് കാണിക്കുന്നത്. ഇനി പോയി നോക്കാം. പോയി ഇനി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഓക്കേ. ഫ്രണ്ട്സ്, നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഈ ലുക്ക് ചെയ്യുന്നുണ്ടോ, കൊള്ളാവോ, നല്ല മൊഞ്ചായിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം, മറന്നു പോകരുതേ. വലിയ കാര്യത്തിന് കുഴിമന്തി വാങ്ങിക്കാനായിട്ട് നേരത്തെ ഇറാനി വന്നു ഗൈസ്. ശരിക്കും പ്രീതിയായി പോയി. ഇറാനി ഇന്നില്ല. ഹലോ ഗൈസ്, ഇറാനി ഊട്ടിയിട്ടേക്കുവാണ്. ആരുമില്ല, ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ സംശയം തോന്നിയിട്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയായിരുന്നു ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന്. അത് നോക്കിയപ്പോഴേക്കും ഓപ്പൺ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. അങ്ങനെ വന്നത് കാര്യം ഈദല്ലേ. അപ്പോൾ ഞാൻ നോക്കി ഓപ്പൺ ആണോ എന്ന്. പക്ഷെ ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നതുകൊണ്ട് ഞാൻ വന്നു നോക്കിയപ്പോൾ നോക്കി ക്ലോസ്ഡ്. ശരിക്കും വിട്ടു ഗൈസ്. ഇനി വേറെ സ്ഥലം നോക്കട്ടെ. ഓക്കെ, അവസാനം ഓടി നടന്ന് ഒരു രക്ഷയില്ലാതായി. അവസാനം ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. ഞാൻ നെയ്യാറ്റിൻകരയിൽ കാഞ്ഞിരകുളം വരെ വന്നു ഫ്രണ്ട്സ്. ഇവിടെ ഒന്നുമില്ല. ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോഴേക്കും ബിരിയാണി തീർന്നു പോയി. ബിരിയാണി ചെയ്ത് വരാൻ ലേറ്റാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഓക്കെ, ഞാനിന്ന് വീട്ടിൽ പോട്ടെ. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. വായൊക്കെ അങ്ങനെ വരണ്ട് ഒരുമാതിരി ആവുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോയി മേടിക്കട്ടെ. ഓക്കെ, ഫ്രണ്ട്സ്, ഒരു ചെറിയ ടാസ്ക്, വേറൊന്നുമല്ല. നമ്മുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഓർഡർ ഞാൻ മേടിച്ച് ഞാൻ പുള്ളിക്ക് പേയ്മെൻ്റൊക്കെ ചെയ്തു. പുള്ളി പോയ ശേഷം ഞാൻ ഓർഡർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഹാഫ് മന്തിയും 2 ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നോക്കിയപ്പോഴേക്കും
ക്വാർട്ടർ മന്തിയാണുള്ളത്. അതിൻ്റെ ഫ്രണ്ടിലത്തെ ബില്ലിലും ക്വാർട്ടർ മന്തിയാണുള്ളത്. ഞാൻ കാണിച്ചു തരാം, ബില്ല് കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, ബീഫ് ബിരിയാണി 2 ചിക്കൻ മന്തി ക്വാർട്ടറാണ് കിടപ്പുള്ളത്. ഞാൻ ഹാഫാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ വന്നത് ക്വാർട്ടറായിപ്പോയി. ഞാനപ്പോൾ തന്നെ എനിക്ക് ഗൂഗിൾ പേയിൽ നോക്കിയിട്ട് പുള്ളിക്കാരൻ്റെ നമ്പർ കിട്ടിയില്ല. ഞാൻ നേരെ ഹോട്ടലിൽ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞത്, ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഞാൻ ഫുൾ എമൗണ്ടും പേയ്മെൻറ്റ് ചെയ്തു, എനിക്ക് ക്വാർട്ടർ മന്തിയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ്, ക്വാർട്ടറാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. ഞാൻ വിളിച്ചു കാര്യം പറഞ്ഞു, ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, ഒരു ക്വാർട്ടറും കൂടെ കൊണ്ടുവരും. അങ്ങനെ ചെറിയൊരു ടാസ്ക് നിൽക്കുകയാണ്, വല്ലാണ്ട് വിശക്കുന്നു. പാർസൽ വന്നപ്പോൾ വിശപ്പിൻ്റെ അളവ് കൂടി ഗൈസ്. നല്ല വിശപ്പുണ്ട്, പാർസൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഓക്കെ തരട്ടെ, അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ കുഴിമന്തി വന്നിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ട്. ഫ്രണ്ട്സ്, മുടിയൊക്കെ കെട്ടി വെച്ച് ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് കുഴിമന്തി കഴിച്ചു നോക്കണം. ഞാൻ എപ്പോഴും മേടിക്കുന്ന കടയിൽ നല്ല മേടിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. അത് ആ കടയൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റാൻ നോക്കട്ടെ. നൈസാണ്. ഓക്കെ ഫ്രണ്ട്സ്, കഴിച്ചിട്ട് കാണാം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ സോമദിനം വരെ പോവാണ്. ജസ്റ്റ് ഓക്കെ, കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ഇല്ലേ എന്തോ തപ്പി ഇറങ്ങി. ഓക്കെ കാണാം. നീ ഓടി പോലെ എടുക്കാണ്ട് പറയണ്ട.
ലഡുവിൻ്റെ ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീം മേടിച്ചു. ഇത് കഴിച്ചിട്ടില്ല, നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ലഡു ഫ്ലേവർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, നോക്കട്ടെ. അങ്ങനെ ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നു ഗൈസ്. ദേഹം മൊത്തം മണലായിരുന്നു. അപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. തലയൊക്കെ മുകളിൽ കെട്ടി വെച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കാര്യം എനിക്ക് ചൂടെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. രാത്രിയാണെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, മാത്രമേ ചൂടാണ് ഗൈസ്. പക്ഷെ ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ കൂടുതൽ ആശ്വസിക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നേർക്കും, അത് വേറെ കാര്യം. കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഷവറിൻ്റെ താഴെ നിന്ന് മാറാൻ തോന്നത്തില്ല. അത്രയ്ക്കൊരു സുഖമാണ് കുളിക്കാൻ. മാറിക്കഴിഞ്ഞാൽ അപ്പം വേർക്കും. എന്ത് പറയാനാ, ഭയങ്കര ചൂടാ, ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂട്. രാത്രിയൊക്കെയാണെങ്കിൽ വേർത്ത് ഒഴുകും, ഉറങ്ങാൻ പറ്റത്തേ ഇല്ല, അമ്മാതിരി ചൂടായിരിക്കും. ഞാനിവിടെ മുകളിൽ സീലിംഗ് ഫാനും ടേബിൾ ഫാനും വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. അമ്മാതിരി എന്നിട്ടും വേർക്കും, സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉറങ്ങാൻ പറ്റില്ല രാത്രി. എന്തെങ്കിലും തണുത്ത ഐറ്റംസ് തന്നെ കഴിക്കണമെന്ന് തോന്നിക്കൊണ്ടിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, കുളിച്ചു. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയൊന്ന് സുഖമായിട്ട് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ വേർക്കാൻ തുടങ്ങി, നല്ലപോലെ വേർക്കാൻ തുടങ്ങി. ഇച്ചിരി ഉറങ്ങുമ്പോൾ വീണ്ടും വേർക്കും, വീണ്ടും അടിയിക്കും. എന്താ ടേബിൾ ഫാനൊക്കെ വെച്ചിട്ട് സെറ്റായിട്ടിരിക്കുവാണ്. പിന്നെ ഒന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല കമൻറ്റും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.